അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ അയ്യാമിൻ അഅ്ളം ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമൽ ഫീഹിന്ന മിൻ ഹാദിഹിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസത്തേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുള്ളതും ആ ദിവസങ്ങളിലെ പുണ്യങ്ങളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുമായ മറ്റൊന്നുമില്ല. അതിനാൽ ഈ ദിവസങ്ങളിൽ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാ, തക്ബീർ, അല്ലാഹു അക്ബർ, തഹ്മീദ്, അൽഹംദുലില്ലാ തുടങ്ങിയ ദിക്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. അറബ് കലണ്ടറിലെ ലൂണാർ കലണ്ടറിലെ അവസാന മാസമായ ദുൽഹജ്ജ് പിറന്നാൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഓരോ വർഷത്തെയും ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന പകലുകൾ. അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള പകലുകൾ. എല്ലാ സൽക്കർമ്മങ്ങളും പരമാവധി വർദ്ധിപ്പിക്കേണ്ട പകലുകൾ. ആ പകലുകളിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സൽക്കർമ്മങ്ങൾ ചില പ്രത്യേക ദിക്റുകളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിൽ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വാഴ്ത്തുന്ന ലാ ഇലാഹ ഇല്ലല്ലയും അവൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന അല്ലാഹു അക്ബറും അവനിൽ സ്തുതിയർപ്പിക്കുന്ന അൽഹംദുലില്ലയും ഏറെ വർദ്ധിപ്പിക്കണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർദ്ദേശിക്കുന്നത്. പുണ്യങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹു പുണ്യങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പകലുകളെന്ന നിലക്ക് എല്ലാ പുണ്യങ്ങളും വർദ്ധിപ്പിക്കണം. സുന്നത്ത് നോമ്പുകൾ, ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, ദാനധർമ്മങ്ങൾ, പരസഹായം എല്ലാം വർദ്ധിപ്പിക്കണം. ആ കൂട്ടത്തിൽ ഈ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാതെ ഈ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. ഈ ദിക്റുകൾ അവർ ഉറക്കെ ചൊല്ലുകയും ആളുകൾ അത് ഏറ്റുചൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാം. അതിനാൽ ഈ ദിക്റുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ദുൽഹജ്ജ് ആദ്യ 10 എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും കഴിയണം. റമളാനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളിൽ വളരെ നന്നായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പ്രീതിയും നേടിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൽപ്പിച്ച ഈ ദിവസങ്ങളുടെ പ്രാധാന്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിലും നമ്മുടേതായ പങ്ക് വഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.